അമ്മേ അച്ഛനെങ്ങനുണ്ട്? മോനെ അച്ഛന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അച്ഛൻ്റെ മരുന്നൊക്കെ തീർന്നു. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും അമ്മേ. എനിക്ക് ദുബായിൽ ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. ആണോ മോനെ? ഞാൻ അടുത്ത ആഴ്ച പോകും. മോനെ ജോലിയൊക്കെ എങ്ങനെയുണ്ടാ? ജോലിയൊക്കെ നല്ല ജോലി അമ്മേ. ആണോ? അച്ഛന് മരുന്ന് വാങ്ങിക്കാനുള്ള കാശൊക്കെ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അമ്മ അധികകാലം ഇനി നിങ്ങളെ വാടക വീട്ടിൽ താമസിക്കണ്ട. എനിക്കൊരു ലോൺ റെഡി ആയിട്ടുണ്ട്, നമുക്കൊരു വീട് വെക്കാം. നിന്റെ അച്ഛൻ്റെ എത്ര കാലം സ്വപ്നമാണെന്ന് അറിയാം ഒരു വീട്. അങ്ങേർക്കതിന് പറ്റിയില്ല, നിനക്കെങ്കിലും പറ്റിയല്ലോ. അമ്മ വീട് പണി എന്തായി? മോനെ വീട് പണിയൊക്കെ തീരാറായി, ഇനി പെയിന്റിങ് കൂടെ ഉള്ളു. ബാക്കി കാശ് ഞാൻ അയച്ചേക്കാം. മോനെ അമ്മ ഫോട്ടോ ഒക്കെ അയച്ചായിരുന്നു, കണ്ടായിരുന്നോ? അമ്മ ഞാൻ വീടിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. നീ വേഗം വാ, ഞാൻ അടുത്ത മാസം ലീവിന് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നിന്നെ പിടിച്ചൊരു കല്യാണം കഴിപ്പിക്കാൻ. അന്ന് ഇപ്പൊ ഞാൻ ഉറങ്ങട്ടെ, എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. ശരി മോനെ, ഉറങ്ങിക്കോ. കുവൈറ്റിൽ മരിച്ച പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ വിയോഗ വാർത്ത ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വരുന്ന ഓഗസ്റ്റിൽ പുതിയതായി പണിത വീട്ടിലേക്ക് താമസം മാറാൻ കാത്തിരുന്ന സ്റ്റെഫിന് ഒരു ദിവസം പോലും ആ വീട്ടിൽ കിടക്കാനായില്ല. പുതിയ വീട്ടിലേക്ക് മാറിയാൽ ഉടൻ വിവാഹവും നടത്താൻ തീരുമാനിച്ചിരുന്നു.